ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു കുട്ടി പൊറോട്ട. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ചോറൊക്കെ എപ്പോഴും ബാക്കിയാവും. അപ്പോൾ അതെന്താക്കാം, നമുക്ക് ആ ചോറും ഒരു മുട്ടയും കൂടി മിക്സിയിൽ അരച്ചെടുത്ത് നമുക്കൊരു കുട്ടി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് വീട്ടിൽ ചോറൊക്കെ എത്ര ബാക്കിയാണ്, നമുക്കിങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. അപ്പോൾ ഒരു കപ്പിന് പകുതിയോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം കൈവച്ച് നല്ലോണം കുഴച്ചെന്നെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് ഉരുളയാക്കിയിട്ട് മാറ്റാം. അപ്പോൾ അതിലൊരു ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ നല്ലോണം പരന്ന് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുത്തത്. ഇനി നമുക്കിതിലേക്ക് മൈദയും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പം ഫുള്ളായിട്ട് ഇതിനെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം നല്ലോണം റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഉരുളയിൽ നമുക്ക് 5 പീസാണ് കിട്ടിയത്. ഇനി ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കുക. അപ്പം അധികം പരത്തേണ്ട, ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 3 പൊറോട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കാൻ കുറേ ടൈം എടുക്കില്ലേ, ഇതാണെങ്കിൽ വേഗം നമ്മൾ കുഴച്ചെടുത്ത ഉടനെ നമുക്ക് വേഗം ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ പൊറോട്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചിക്കൻ കറിൻ്റെ ഒപ്പരൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പതള് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വേഗം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.